ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും പുതുവത്സരാശംസകൾ നേരുകയാണ്. പിന്നെ നിങ്ങളിവിടെ ഈ കാണുന്ന എൻ്റെ ഡോബർ മോന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ ഇളയ ബ്രദറാണിത്. അപ്പോൾ ഇവൻ എന്തുകൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ള കഥ ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ഡോബർ മോന് എൻ്റെ ബ്രദറിന് കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാം. ഒരിക്കൽ ഇങ്ങനെ പോളിത്തീൻ കവറിനകത്ത് ആരോ വഴിയിൽ ഉപേക്ഷിച്ചതാണ് കേട്ടോ. അതിനെ കൊണ്ടുവന്ന് വളർത്തി ഈ വിധമാക്കി. അവനിപ്പോൾ 2 വയസ്സായി. അപ്പോൾ 2 വയസ്സായതിന് ശേഷം ഞാനിവിടെ അവനെ കൊണ്ടുവന്ന്. പക്ഷേ ഒരു പാവം നായയാണ് കേട്ടോ. ആരെയും ഇതുവരെയ്ക്കും അവൻ കടിച്ചതായിട്ടുള്ള ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ഇല അനങ്ങിയാൽ പോലും അവൻ ഭയങ്കര കുരയിലാണ്. നമ്മളെല്ലാവരെയും വിളിച്ച് അറിയിപ്പിക്കുവൻ. അതുമാത്രമാണ് അവൻ ചെയ്യുന്ന ഏക ഒരു തെറ്റ്. പക്ഷേ എനിക്ക് ഡയാന മോളേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഈ നാടൻ നായയായ എൻ്റെ ഡോബർ മോനോടാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര സ്നേഹമാണ് ഈ കുഞ്ഞിന്, നല്ല അറിവുമാണ്. പിന്നെ ഇതൊക്കെ ഓക്കെയാണ്, അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവനൊരു കാര്യമുണ്ട്, ഇവന് ഇങ്ങോട്ട് പാടാന്ന് വിളിച്ചാൽ അവൻ അങ്ങോട്ടേ പോവുകയുള്ളൂ. അതുമാത്രമാണ് ഒരു മൈനസായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവനങ്ങനെ പുറത്തങ്ങനെയൊന്നും അഴിച്ച് വിടാറില്ല. ഇവനെ കെട്ടിമുട്ടി തന്നെയാണ് കിടക്കുന്നത്. പിന്നെ 1നും 2നും പോകുമ്പോൾ അവൻ കരയുമ്പോൾ നമ്മൾ അവനെ അഴിച്ച് വെളിയിൽ കൊണ്ടുപോകും. ഇതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഇവൻ ആദ്യം എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണല്ലോ നിന്നത്. ഇവനെ ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 6 മാസമായി. അപ്പോൾ ഇവന് ഇവിടെ വരുത്തനാണ്. മറ്റുള്ള നായ്ക്കൾക്ക് ഇവൻ പുതിയതായിട്ട് വന്ന് കയറിയ ഒരു വരുത്തനായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ എല്ലായിടത്തും പറഞ്ഞതുപോലെ ഇവിടെയും ഉണ്ട് ഗ്രൂപ്പിസം. മനുഷ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നായ്ക്കളുടെ കാര്യവും. ഓരോ മുക്കിലും ഓരോ ഗ്രൂപ്പായിട്ട് നായ്ക്കൾ ഇവിടെ തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു മുക്കിൽ ഒരു 10 പട്ടികൾ വീതം കാണും. അങ്ങനെ ഓരോ മുക്കിലും ഒരു 10 പട്ടികൾ വീതമുണ്ട്. ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ മറുഭാഗത്തുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇപ്പുറത്തെ മുക്കിലോട്ട് കയറി കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യും. ഈ ഇപ്പുറം സൈഡിലുള്ള നായ്ക്കൾ അപ്പുറം സൈഡിലുള്ള പട്ടികളെടുത്ത് അറ്റാക്ക് ചെയ്താൽ അവരും അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തങ്ങളിൽ ഭയങ്കര ഇതാണ്. ഇവർക്ക് ഇങ്ങോട്ടുള്ളവർ അങ്ങോട്ടും കടത്തി വിടില്ല, അങ്ങോട്ടുള്ളവർ ഇങ്ങോട്ടും കടത്തി വിടില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ മുക്കിലുള്ള പട്ടികളുടെ ഒരു സ്വഭാവം. പക്ഷേ മനുഷ്യനെ ഇതുവരെയ്ക്കും ഉപദ്രവിച്ചതായിട്ട് എനിക്കൊരു അറിവുമില്ല. കാരണം ഇവിടെ ഒരുപാട് തെരുവ് നായ്ക്കളുണ്ട്, പക്ഷേ ആരെയും ഉപദ്രവിക്കില്ല. യവൻ ചെന്ന് കയറി കൊടുത്തത് വേറെ ആരടുത്തുമല്ല, വീട്ടിൽ വളർത്തുന്ന ഒരു നായയാണ് കേട്ടോ. അവനെ ഞാൻ അഴിച്ചു വിടുന്ന സമയത്ത് പുറത്ത് വേറെ മുക്കിലുള്ള കുറേ ആൾക്കാരുമായിട്ട് ഒരു കൂട്ടുകാരായിരിക്കും, പഴയ കൂട്ടുകാരായിരിക്കും. ഇവൻ പുതിയതായിട്ട് വന്നതുകൊണ്ട് അവരെ ഗ്രൂപ്പിലേക്ക് ഇവനെ അടുപ്പിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവനെ ഒരു ദിവസം ഗേറ്റിൻ്റെ വെളിയിലോട്ട് ഇവനെ തുടലടിച്ച് വിട്ടായിരുന്നു. അവന് 1നും 2നും ഒക്കെ പോയിട്ട് വരട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ വിട്ടതാണ്. പക്ഷേ വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ അവിടെ കുറച്ച് ദൂരമായിട്ട് കുറേ പട്ടികൾ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതോ ഒരു വളർത്തുന്ന നായ്ക്കളും ഉണ്ട്. യവൻ വലിയ കാര്യത്തിന് ഞാൻ ഇവിടുത്തെ രാജാവാണെന്നും പറഞ്ഞ് കയറി ചെന്ന് കൊടുത്ത് മറ്റേ വലിയൊരു രാജാവ്, ഇവനേക്കാളും തടിമിടുക്കുള്ള വേറൊരു നായ ഉണ്ടായിരുന്നു. അവൻ കയറി, നീ ആരടാ നീ എന്നെ ചോദിക്കാൻ വരുന്നത്, നീ പുതിയത് വരുത്തനല്ലേടാ, നിന്നെ ഇവിടെ കണ്ടുവരും, നീ ഏതാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവനെ കയറി അറ്റാക്ക് ചെയ്ത് അവൻ്റെ ചെവി അടിച്ച് പറിച്ചെടുത്ത്. പക്ഷേ ഞാനത് കണ്ടില്ലായിരുന്നു. ഇവൻ്റെ ഫുള്ള് ചെവി അവൻ്റെ വായിലിരുന്നേനെ. ഇവൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാം ആ പട്ടി അവൻ്റെ ചെവി കടിക്കുന്നതിന് കണ്ടത്. ഉടൻ തന്നെ ഞാൻ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് അത് പോവുകയും ചെയ്ത്. പെട്ടെന്ന് ഇവന് ഈ മുറിവേറ്റത് വിട്ടിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അന്നേരം എൻ്റെ ബ്രദർ വീട്ടിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടൻ തന്നെ അവനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇതുപോലെയുണ്ട്, നമ്മുടെ ഡോബറിൻ്റെ ചെവിയിൽ വേറൊരു പട്ടി കടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ തൽക്കാലം ചേച്ചി ഇത്തിരി മഞ്ഞൾ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ അന്ന് അവന് വേദന കൊണ്ട്, നമുക്കറിയാലോ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വേദന വരുമെന്ന്. എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആങ്ങൾ പറഞ്ഞ് വേണ്ട, ഞാൻ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു. നല്ല പട്ടികളാണ്, ഇവിടെയൊന്നും അങ്ങനെ യാതൊരുവിധ കുഴപ്പമില്ല, നല്ല പട്ടികളാണ്. അത് വീട്ടിൽ വളർത്തുന്ന ഒരു നായയാണ് അവനെ കടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ പട്ടീനേക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്ത നായയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല വിശ്വാസമുള്ളതാണ്. മനുഷ്യനെ ഇതുവരെയ്ക്കും അങ്ങനെ കടിച്ചത് ഒരു പരാതിയും നമ്മുടെ ഈ ഭാഗങ്ങളിൽ കേൾക്കാനില്ല.
അപ്പോൾ ഇത് ഇവൻ വലിയ ചെന്ന് അവൻ്റെ വയലോട്ട് കയറി കൊടുത്തത് കൊണ്ടാണ് ആ പട്ടി കടിച്ചത്. അല്ലെങ്കിൽ ആ പട്ടി കടിക്കില്ലായിരുന്നു. അവർ വെറുതെ നിന്നതാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇവൻ വലിയ കാര്യത്തിന് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് എന്നെ കാണിക്കാനായിരിക്കും അവൻ ചെന്നത്. എൻ്റെ അമ്മ നിങ്ങൾ സമാധാനപ്പെടും, ഞാൻ എന്താ ഞാൻ ഇവിടുത്തെ വലിയ രാജാവാണ് എന്നുള്ള രീതിയിൽ അവൻ കയറി ചെന്ന് കൊടുത്തതാണ്. ആ പട്ടിയുടെ വായിക്കാത്തവൻ്റെ ചെവിയിരുന്നു. അങ്ങനെ ആ മുറിവും കൊണ്ട് വന്ന് നോക്കിയപ്പോൾ കാണാം മുറിവ് ഇങ്ങനെയായി. ഞാൻ എനിക്കാണ് കണ്ടിട്ട് കാണാൻ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ബ്രദറിൻ്റെ അടുത്ത് ബ്രദർ പറഞ്ഞ് പേടിക്കേണ്ട ചേച്ചി, ഞാൻ വരട്ടെ. അതിനുള്ള കാര്യങ്ങളായിട്ട് അവൻ വന്ന് എല്ലാ മെഡിസിനുമായിട്ടാണ് അവൻ വന്നത്. പക്ഷേ എൻ്റെ ബ്രദർ എല്ലാ നായൊന്നുമല്ല, നായയും പൂച്ചേനെയൊക്കെ അവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ പുഴു വീണിട്ടുള്ള പട്ടീനെയും നായ്ക്കളെ ഇവരെയും അവൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവൻ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാണ് എൻ്റെ ഇളയ ബ്രദർ. അവനാണ് ഇപ്പോൾ അവനെ ശുശ്രൂഷിക്കുന്നത്. അവൻ്റെ തന്നെയാണ് ഈ ഡോബർ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ വളർത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന്, പക്ഷേ പട്ടിയും പൂച്ചയും കാക്കയും പക്ഷികളും ഒന്നുമല്ല, മനുഷ്യനെ പോലും അവൻ്റെ ജീവൻ കളഞ്ഞ് രക്ഷപ്പെടുത്തിയ ചരിത്രങ്ങളുണ്ട്. ആക്സിഡൻറ്റ് പറ്റി എത്രയോ മനുഷ്യർ ഇതുപോലെ വഴി കിടന്നാലും ചില ആൾക്കാരെന്ന് രക്ഷപ്പെടുത്താൻ ഭയങ്കര മടിക്കും. പക്ഷേ എൻ്റെ ബ്രദർ ഇതൊന്നുമല്ല. അവൻ ഇനി എന്ത് പ്രശ്നം വന്നാലും എന്ത് ആക്സിഡൻറ്റ് സംഭവിച്ചാലും അവൻ്റെ കണ്ണിൽ കാണുകയാണ്, അവൻ ആ നിമിഷം ആ സ്പോട്ടിൽ അവൻ ആശുപത്രി എത്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം എൻ്റെ സഹോദരനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡോബറിൻ്റെ ചെവി കണ്ടില്ല, ചെവിക്ക് അകമൊക്കെ നമ്മൾ വിചാരിച്ച് ഈ സൈഡിൽ മാത്രമാണ് മുറിവെന്നാണ് വിചാരിച്ചത്. പക്ഷേ അകത്ത് നോക്കിയപ്പോൾ കാണാൻ നല്ല മുറിവുണ്ട്. പിന്നെ ബ്രദർ എല്ലാ മെഡിസിനും ഒക്കെ കൊണ്ടുവന്ന് അവന് അത് തുടച്ച് വൃത്തിയാക്കി ആ മുറിവിലൊക്കെ പുരട്ടിയപ്പോൾ ആളങ്ങ് ഭയങ്കര നീറ്റിൽ കൊണ്ട് മറിയാണ് കേട്ടോ. പാവം അതെല്ലാം കടിച്ച് കരയാണ്. ഇപ്പം ഞാനിത് ആ കരയുന്ന സൗണ്ടൊന്നും കേൾക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഡബ്ബ് ചെയ്ത് ഇതിൽ കയറ്റുന്നതാണ്. ആ സ്പോട്ടിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇരപ്പൊക്കെ കാരണം അത് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനത് ആ സൗണ്ട് വേണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ അവനിങ്ങനെ പിടിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അവൻ എത്രയായാലും വേദന വരുമ്പോൾ ഏത് പട്ടിയും കടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൈയും കാലും ഒക്കെ ഒന്ന് പിടിച്ചമർത്തിയിട്ടാണ് അവനങ്ങനെ ഞാൻ ചെയ്ത് അവന് ആ ചെവി അങ്ങനെ ചെയ്തത്. അപ്പോൾ ചെവിയുടെ ആ മുറിവിൽ ആ മരുന്നുകളൊക്കെ അങ്ങോട്ട് പുരട്ടുമ്പോൾ അങ്ങനെ അത് എന്ത് നീറ്റിലായിരിക്കും. പച്ച മാംസത്തിലൊക്കെ നീറ്റൽ കിട്ടുമ്പോൾ ഇപ്പോൾ നമ്മളെ കയ്യിലായാലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ അവൻ അത്രത്തോളം അവന് ആ വേദന സഹിച്ച് ബ്രദർ എന്ന് വെച്ചാൽ അത്രയ്ക്ക് മുറിവുണ്ടായിരുന്നേ. പിന്നെ എന്താ പറയേണ്ടത്, അതിപ്പോൾ 2 ദിവസം ആകുമ്പോൾ അത് കരിയും കേട്ടോ. അത്രയും നല്ല രീതിയിൽ ബ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പുഴുവൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. പുഴുവൊന്നും ആയിട്ടില്ല. ഒരു ദിവസം ആയതേ ഉള്ളായിരുന്നു. അത് മാത്രമല്ല വെള്ളമൊന്നും നനച്ചിട്ടില്ല. അപ്പോൾ അവനെ നന്നായിട്ട് അന്വേഷിക്കുന്നതുകൊണ്ടാണ് അവന് ആ ഒരു പുഴുവൊന്നും വീഴാതെ. പിന്നെ എന്താ പറയേണ്ടത്, ഈച്ചയും മറ്റുള്ള പ്രാണികളും ഒക്കെ അടിക്കാതിരിക്കാനുള്ള വേലകളൊക്കെ ചെയ്ത് അതെന്തെങ്കിലും ഒരു ഈച്ച അവൻ്റെ ചെവിയുടെ അടുത്തുനിന്ന് പോയാൽ അവൻ അവിടെ നിന്ന് ഓടുന്ന ഓട്ടം കാണാം കേട്ടോ. കുഞ്ഞിൻ്റെ വേദനയും കരച്ചിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. എൻ്റെ കൈയും കാലുമൊക്കെ കിളിടാന്ന് വിറച്ച് വന്നായിരുന്നു. കാലും കൈയൊക്കെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ബ്രദറിന് പിന്നെ ഇതൊന്നും ഒരു പേടിയില്ല കേട്ടോ. അവന് അങ്ങനെയുള്ള ഒരാളാണ്. അവന് ഒരു പേടിയില്ല. കാരണം എത്രയോ പുഴു വീണ പട്ടികളെയാണ് അവൻ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു പുത്തരിയല്ല, അവനൊരു പുത്തരിയില്ല. പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഇത്രയും മുറിവൊക്കെ കാണുന്നത്. അപ്പോൾ അവനിപ്പോൾ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര ആ മുറിവ് വീണിട്ട് അതിനകത്ത് ആ ചെവിയുടെ മടക്കിന് അകത്ത് വരെയും നല്ല ഹോള് പോലെ വീണായിരുന്നു. പിന്നെ ഇതങ്ങ് കാരണം ഇതിനേക്കാളും അപ്പുറം ഹോള് വീണ നായ്ക്കളെയൊക്കെ ഇതുപോലെ അവൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. അവൻ പറഞ്ഞായിരുന്നു 2 ദിവസം കഴിയുമ്പോൾ ഈ മുറിവൊക്കെ ഉണങ്ങും, ചേച്ചി വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു. പാവം അവൻ്റെ ആ വിളിയും സങ്കടമൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയേണ്ടത്, എൻ്റെ പൊന്നുമോന്. എനിക്ക് ഭയങ്കര എനിക്ക് നമ്മളെ മിണ്ടാപ്രാണികൾക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചാൽ അതിൻ്റെ വേദനകൾ ആരോട് പറയും? നമ്മൾ അതിന് എന്താ പറയണ്ടത്, നമ്മളെ വേദന പറയാൻ നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ പോകും. അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് എന്തെങ്കിലും മുറിവായ അവരെന്തെങ്കിലുമൊക്കെ മുറിവിനൊക്കെ വെച്ച് കിട്ടും. പക്ഷേ നായ്ക്കൾക്കൊക്കെ എന്തെങ്കിലും മുറിവ് വന്നു കഴിഞ്ഞാൽ അതിന് ആരാ ഇതിനെ ചികിത്സിക്കുക? അപ്പം നമ്മൾ മുൻകൈ എടുത്താലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആ മെഡിസിനുകളെല്ലാം ഇങ്ങനെ ചാലിച്ചിട്ട് കൊടുക്കുകയാണ്. അതപ്പോൾ അവൻ പറഞ്ഞ് വിഷമിക്കേണ്ട, 2 ദിവസത്തിനുള്ളിൽ അവൻ ആ മുറിവൊക്കെ ഉണങ്ങും എന്നൊക്കെ പറഞ്ഞ്.
പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു കഴുത്തിലിടുന്നൊരു കപ്പുണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ അവൻ ചൊറിയും. അതായത് ഈ ചെവി അങ്ങനെ മുറിവ് വന്നിട്ട് ഇങ്ങനെ ഉണങ്ങാറാകുമ്പോഴും ഈ ചേട്ടക്കം വെച്ചുമ്പോഴും ഇവന് കടി വരും. കടി വരുമ്പോൾ ഈ കാലെടുത്ത് ഇങ്ങനെ ഇട്ടങ്ങ് ഉരയ്ക്കും. അപ്പോഴും വീണ്ടും അവിടെ വ്രണം വരുമല്ലോ, ചോര വരും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ഒരു കഴുത്തിലിടുന്നൊരു കപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അതിനുള്ള മെഡിസിനും എല്ലാം തേച്ച് കഴിഞ്ഞതിന് ശേഷം ആളിരിക്കുകയാണ്. തളർന്നു പോയി കേട്ടോ മോൻ, തളർന്നു പോയി. ആ വേദന സഹിച്ച് അവൻ്റെ ഇരിക്കുന്ന എനിക്ക് കണ്ടിട്ട് സത്യമായിട്ട് എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. കാരണം അവൻ്റെ വെപ്രാളം. അത് കഴിഞ്ഞിട്ട് അവൻ വെള്ളം കുടിക്കുന്ന കുടി കാണണം. തളർന്നു പോയി എൻ്റെ കുഞ്ഞ് അത്രയും രീതിയിൽ. പിന്നെ അത് മാത്രമല്ല, അവന് എന്താ പറയേണ്ടത്, ഈച്ചയും മറ്റുള്ള പ്രാണികളും വന്ന് ചെവിക്കകത്ത് ഇതുപോലെ വന്ന് കൊത്തുമ്പോൾ അവൻ വെപ്രാളം കൊണ്ടൊന്ന് ഓടുന്ന ഓട്ടം കാണാം. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ നമ്മളൊരു പുതിയൊരു വലയൊക്കെ വാങ്ങിച്ച് ആ വലയ്ക്കകത്താണ് അവനെ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ കുഞ്ഞിനെ ആ വലയ്ക്കകത്ത് ഇരുന്നതിന് ശേഷമാണ് അവന് ആശ്വാസമായത്. സുഖമായിട്ട് കിടന്നൊരു ഉറക്കമൊക്കെ അവൻ ഉറങ്ങി കേട്ടോ. കാരണം 2 ദിവസം കൊണ്ട് അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഈ വേദനയും അതുപോലെ തന്നെ രാത്രിയുള്ള കൊതുവും ഈച്ചയുടെയൊക്കെ ഇതൊക്കെ വിചാരിച്ച് അതൊക്കെ കൊത്തിയിട്ടായിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്